ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കോട്ടൺ കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കാണിക്കുന്ന അധികവും കോട്ടൺ കുർത്ത സെറ്റുകളാണ്. ഒരെണ്ണം മാത്രം വേറൊരു മെറ്റീരിയലാട്ടോ. സൈറ്റിൽ പ്യുവർ കോട്ടൺ എന്നായിരുന്നു, പക്ഷെ വന്നപ്പം വേറൊരു മെറ്റീരിയലാണ്. റയോൺ ആയിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാട്ടോ. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റാട്ടോ. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ഫ്ലോറൽ പ്രിൻ്റ് ആട്ടോ. 3/4 സ്ലീവാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. നെക്കിൻ്റെ ഇവിടെ യോക്ക് പോർഷനിലൊക്കെ എംബ്രോയ്ഡറി ഉണ്ട്. പിന്നെ മിറർ വർക്ക്സും ഉണ്ട്. ഫോയിൽ ടൈപ്പ് മിററാണ്. പിന്നെ ഇത്രയും ഭാഗത്ത് പ്ലീറ്റ്സ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എ ലൈൻ കുർത്തയാട്ടോ. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. നല്ല കംഫർട്ടബിളാണ്. പാക്കിങ്ങിനെയാണ്. ഞാൻ എല്ലാ സൈഡിലും സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്ന 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും. ആൻഡ് ഇതാണ് പാൻറ് വേറെ പ്രിൻറ്റിലാട്ടോ. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പലാസോ ടൈപ്പ് ആട്ടോ. ഇതും നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയും നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം തന്നെയാണ് എനിക്ക് കറക്റ്റ് ആട്ടോ. അപ്പോൾ ഞാനത് മേടിച്ചത് 695 റുപ്പീസിനാണ്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇത് കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ്. ഫ്ലോറൽ പ്രിൻ്റാണ്. ബീനെക്കാണ് വരുന്നത്. നെക്കിൻ്റെ ഇവിടെ പടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തും ഉണ്ട്. 3/4 സ്ലീവാണ്. ഇതും നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇത് സ്ട്രെയിറ്റ് കുർത്തയാട്ടോ. മൊത്തം ഈ ഒരു പ്രിൻ്റാണ്. പാൻസും നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഞാനത് മേടിച്ചത് 554 റുപ്പീസിനാണ്. അടുത്തത് ഇക്കത്ത് പ്രിൻ്റ് വരുന്ന ഈ ഒരു കുർത്ത സെറ്റാണ്. ഇത് കുർത്ത പ്ലസ് പാൻറ് ആട്ടോ. ഒരു കോഡ് സെറ്റ് ടൈപ്പാണ്. ഇങ്ങനെ ഓറഞ്ച് കളറിലാട്ടോ. സ്ലീവ് എൽബോൻ്റെ മേളിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ അധികം സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ. ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. ഇത് സ്ട്രെയിറ്റ് കുർത്തയാണ്. മൊത്തം ഈ ഒരു പ്രിൻ്റാണ്. ഇതൊരു കോഡ് സെറ്റ് ടൈപ്പ് ആട്ടോ. പാൻറ്റും സെയിം പ്രിൻറ്റിലാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരു പലാസോ ടൈപ്പാണ് പാൻസ്. അപ്പോൾ ഞാൻ മേടിച്ചത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത് 639 റുപ്പീസിനാണ്. ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്താട്ടോ. മെറ്റീരിയൽ ആണെങ്കിൽ ഒരു കോട്ടൺ ബ്ലെൻഡ് ആട്ടോ. പിന്നെ ഈ ഒരു നെക്ലസിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്താണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. യോക്ക് പോർഷനിലാണെങ്കിൽ വേറൊരു പീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ആൻഡ് ഇതാണ് ദുപ്പട്ട. പിന്നെ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആട്ടോ. ഞാനിത് പർച്ചേസ് ചെയ്തത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് മേടിച്ചത് 589 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് കുർത്ത സെറ്റാണ്. ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇത് കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. പിന്നെ യോക്ക് പോർഷനിലാണെങ്കിൽ ഇവിടെ പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ബട്ടൺസ് ഉണ്ട്. ഷോ ബട്ടൺസ് ആട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും പടി വെച്ചിട്ടുണ്ട്.
ഈ ഒരു പ്രിൻറ്റിലാട്ടോ പാൻറ് വരുന്നത്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇവിടെ തൊട്ട് ഇങ്ങനെ സ്ലിറ്റ്. ഇതാണ് പാൻറ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ വരുന്നത്. ആൻഡ് ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയിൽ 2 പ്രിൻറ്റും ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്. ഞാൻ അത് മേടിച്ചത് 599 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഫ്ലോറൽ പ്രിൻ്റ് ആട്ടോ വരുന്നത്. ഇത് കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. യോക്ക് പോർഷനിലാണെങ്കിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രിൻറ്റിലാണ് പാൻറ് വരുന്നത് കേട്ടോ. സ്ലീവിൻ്റെ അറ്റത്തും ചെറിയ ബോർഡർ ഉണ്ട്. 3/4 സ്ലീവാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സ്ട്രെയിറ്റ് കുർത്തയാട്ടോ ഇത്. ഇതാണ് പാൻസ്. ബാക്കിൽ മാത്രമേ എലാസ്റ്റിക് വരുന്നുള്ളൂ. ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ ഡ്രോ സ്ട്രിങ് ഉണ്ട് കേട്ടോ. നമുക്ക് പുള്ള് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. സ്ട്രെയിറ്റ് പാൻസ് ആണ്. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയിലാണെങ്കിൽ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും പ്രിൻ്റ് ഉണ്ട്. പിന്നെ വേറൊരു പ്രിൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 770 റുപ്പീസിനാട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇത് കുർത്ത പ്ലസ് പാൻ്റ് ആട്ടോ. ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത്. ഇതാണെങ്കിൽ സൈറ്റിൽ കൊടുത്തിട്ടുള്ള പ്യുവർ കോട്ടൺ എന്നാട്ടോ. പക്ഷേ ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല. ഏകദേശം റയോൺ ആയിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇത്. അപ്പോൾ വീനെക്കാണ് വരുന്നത്. 3/4 സ്ലീവാണ്. ഇത് എ ലൈൻ ആട്ടോ. ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ്. ഇതാണ് പാൻസ്. പാൻസ് ഇങ്ങനെ പ്ലെയിൻ കളറിലാട്ടോ. സെയിം മെറ്റീരിയലാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. പലാസോ ടൈപ്പാണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് മീഡിയം സൈസിലാണ്. സൈസൊക്കെ എനിക്ക് കറക്റ്റ് ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്തത് 510 റുപ്പീസിനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിവിടെ കൊടുത്തിട്ടുള്ള പ്യുവർ കോട്ടൺ എന്നാണ്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ ഏകദേശം റയോൺ ആയിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആട്ടോ. സോ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.